ഹായ് അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ? അൽഹംദുലില്ലാ. ഇന്ന് പ്രധാനപ്പെട്ടൊരു വിഷയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നില്ലേ? നമസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രധാന ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമസ്കാരം വെറും ഒരു കുട്ടിക്കളിയല്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് മാനസികവും ശാരീരികവും ആത്മീയപരമായ നേട്ടങ്ങളാണ്. അതിൽ ഒന്നാമത്തേതും പ്രധാനപ്പെട്ടതുമായ ഒരു ഗുണം, നമസ്കാരം ഒരു യോഗയാണ്. നിസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മനസ്സും ശരീരത്തെയും അല്ലാഹു എന്ന ഏക ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് നിർവഹിക്കുന്നൊരു കർമ്മമായിട്ടാണ്. നമ്മുടെ കംപ്ലീറ്റ് ബോഡി റിലാക്സ് ആവുകയും സ്ട്രെസ്സ്, ടെൻഷൻ ഇല്ലാതാവുകയും ചെയ്യുന്നു. മാത്രവുമല്ല, കോൺസെൻട്രേഷനും മെമ്മറി പവറും കൂടുന്നു. ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, എടാ എൻ്റെ ചാവി കാണുന്നില്ല. അപ്പോൾ മറ്റേ ഫ്രണ്ട് പറഞ്ഞു, നീ ഒന്ന് പോയി നിസ്കരിച്ചു നോക്ക്, അപ്പോൾ നിനക്ക് ഓർമ്മ വരുമെന്ന്. ഇതിൽ നിന്നും നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയില്ലേ? പൊതുവെ എല്ലാവരുടെയും നിസ്കാരത്തിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. രണ്ടാമത്തെ ഗുണം, ഇതൊരു വർക്കൗട്ടാണ്. നിസ്കരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള മസിലുകൾ വലിയുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. ഇതുമൂലം എക്സ്ട്രാ ഫാറ്റ്, കൊഴുപ്പ്, കാലോറീസ് എന്നൊക്കെ പറയാം. ഇതെല്ലാം ഉരുക്കിക്കളയാൻ സഹായിക്കുന്നു. മൂന്നാമത്തെ ഗുണം, നമ്മളുടെ ബോഡിയിലുള്ള മെറ്റബോളിസം കൂട്ടുകയും ദഹന പ്രക്രിയയെ വേഗത്തിലാക്കുകയും ചെയ്യുന്നു. ഇനി സുജൂദ് ചെയ്താലുള്ള ഗുണങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇനി 4, നമ്മൾ ഒത്തിരി നേരം സുജൂദ് ചെയ്യുമ്പോൾ നമ്മളുടെ ഹൃദയം സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നു. 5, കാഴ്ചശക്തി കൂടുന്നു. 6, ബ്രെയിൻ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു. 7, നമ്മളുടെ മുഖത്തുള്ള സൗന്ദര്യം കൂടുന്നു. 8, ശരിയായ രീതിയിൽ റുക്കൂ ചെയ്താലുള്ള ഗുണം, നമുക്ക് മുട്ടുവേദന, ജോയിൻറ്റ് പ്രോബ്ലം ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇനി 9, നമ്മൾ റുക്കൂഇന് ശേഷമുള്ള നൃത്തത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ബാക്ക് ബോൺ അല്ലെങ്കിൽ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നു. 10, നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മളുടെ രക്തയോട്ടം, ഹാർമോൺ സെക്രിയേഷൻസ് ഇവയെല്ലാം ശരിയായ രീതിയിൽ നടക്കുകയും BP, ഡയാബറ്റിക് പോലെയുള്ള അസുഖങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ നമസ്കാരം മനസ്സിനും ശരീരത്തിനും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഔഷധമരുന്നാണ് എന്ന് പറയാം. ചിലപ്പോൾ അല്ലാഹു തൻ്റെ സൃഷ്ടികൾ എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കാൻ വേണ്ടിയായിരിക്കാം നമ്മൾക്ക് നിസ്കാരം നിർബന്ധമാക്കിയിരിക്കുന്നത്. എല്ലാവരും നല്ല മനസ്സറിഞ്ഞ് കൃത്യമായി അല്ലാഹുവിനെ തന്നെ മനസ്സിൽ ഓർത്തുകൊണ്ട് നിസ്കരിക്കുക. എന്ത് പ്രശ്നവും എന്ത് അസുഖം വന്നാലും ഒരു റക്അത്ത് നിസ്കാരം പോലും ഖളാ ആക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നന്മ തോന്നിയാൽ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.